ഹലോ, ആ നിങ്ങൾ എവിടെ പോയി കിടക്കുക? ഞാനിതവിടെ നമ്മളെ റൂമിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. എന്താ വിശേഷം? അതെ, ശുക്കൂർ ഓൺലൈനിലുണ്ട്. പല വിശേഷങ്ങളും കേൾക്കാണ്ട്. അതെ, ഞാനിത് എത്തി കഴിഞ്ഞു. ശുക്കൂർ സുന്ദരന ഓനൊരു വല്ലാത്ത സംഭവമാ, നാട്ടിലൊരൊറ്റ പെണ്ണിനും പിടിക്കാത്ത വല്ലാത്ത സംഭവമാ. കുതിരെ ഒന്നും മിണ്ടാണ്ട കൊയ്യി. ഓന്റെ അടുത്ത് കിട്ടുന്നിടത്തോളം വരട്ടെ, എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി കാര്യം. ഒന്നും കണക്റ്റായി. ഓനൊരു വല്ലാത്ത സംഭവമാ. അല്ല, ഇപ്പൊ സുന്ദരൻ തന്നെ ആണല്ലോ അല്ലേ? എന്തെങ്കിലുമൊക്കെ നടന്നോ ഒന്നാളിലൊക്കെ? കളിയാക്കണ്ടാ, ബാപ്പാനോട് തല്ലിട്ട വേദന ഇപ്പോഴും മാറിയിട്ടില്ലെങ്കിൽ. ചിരിച്ചോളി ചിരിച്ചോളി പഹയന്മാരെ. എങ്ങനെ ചിരിക്കാണ്ടിരിക്കുക? വാട്സപ്പിലും ഫേസ്ബുക്കിലും നിക്കല്ലേ ശുക്കൂറിന്റെ ന്യൂ ജനറേഷൻ പൊന്നാണല്ലേ. അതെങ്ങനെടാ മോനെ, ലൈക്കിട്ടൊരു പടം തന്നെ വന്നോണ്ടിരിക്കണേ. മാക്സിമം നമ്മള് ഷെയർ ചെയ്യുന്നുണ്ട്. എന്നാലും എന്നോടിത് വേണ്ടില്ലേനടാ. ആ അനിലിന്റെ കരീമിന്റെ പണി വയ്ക്കൂലേ? അതവിടെ നിക്കട്ടെ, ഇത് പറയും. ഓൾ എന്നോട് എന്തെല്ലാം പറഞ്ഞ് ഈ അവളോട് എന്തെല്ലാം ചോദിച്ചു അത് പറയും. പോയിക്കോളി അവിടുന്ന്. സത്യമായിട്ടും ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. കാവ്യമാധവന്റെ മുടി, നയൻതാരന്റെ ഉയരം, നസ്രിയന്റെ കണ്ണ്, മൂക്ക് ഒക്കെ ചോദിച്ചില്ലേ? സത്യം പറഞ്ഞോ? പറഞ്ഞോ. ഓനെപ്പോഴും ലൈനിലുണ്ടോ? ആ അതാ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എടാ മോനെ സുക്കൂറെ, നിന്റെ കാര്യം ഇത്തവണയും കട്ടപ്പോകാം. ഇല്ലക്ക, ഇപ്രാവശ്യം ഞാൻ കെട്ടു. നിന്റെ പെണ്ണ് ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ കെട്ടിട്ട് തന്നെ ഗൾഫിലേക്ക് തിരിച്ചു വരുള്ളൂ. കട്ടായി. ഇങ്ങക്ക് വേറെ പണിയൊന്നും ഇതിന് നല്ല പണി വേറെന്താള്? ഇങ്ങളെ പോലത്തെ 4 ചങ്ങായിമാരുണ്ടായ അവൻ അടുത്തെങ്ങാനും വല്ല പെണ്ണും കിട്ടുവോ? ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തി കൂടറോ? എന്നാ പിന്നെ ഉപകാരമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ഒരു മിനിറ്റ്. നടക്കാൻ എന്നെ പറയുന്നത്, നടക്കാൻ അന്നെ പെണ്ണ് നടക്കടാ, വരാനാ പറയുന്നത്. നടക്ക്, അന്റെ ബാപ്പ ആദ്യമാണ് പറയുന്നത്. നിങ്ങള് രണ്ടാളും കൂടി എന്താ കളിക്കണേ? ഞാൻ പോകൂല, എന്നെ വിടാൻ പറയും. നിങ്ങൾ അവന്റെ കയ്യിന്ന് വിടീന്ന് ഒരു കാര്യം എന്താ പറയേ. സൈനു, ഇതിലിടപെടണ്ട. യോന്റെ കൈ വിട്. റഫീഖേ, ഒന്നങ്ങോട്ട് വാ. അതെ, ഓനെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോകാൻ എത്തിങ്ങാനക്ക് ഓനക്ക് ഞാൻ അവിടെ പെണ്ണിനെ കണ്ടുവെച്ചു. എനിക്ക് പെണ്ണ് കാണണ്ട. വേണം, മുണ്ടി പോവരുത്. എന്റെ മോൻ എത്തിങ്ങാനെന്ന് പെണ്ണ് വേണ്ട. സൈനോ വേണ്ട, കൈവിട് കൈവിട്. നിങ്ങള് ഞാൻ ശരിയാക്കി തരാത്. ഞാൻ നോക്കാം. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ശുക്കൂർ നമ്മളാണ്. എന്തേ? ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിരുന്നു. എന്റെ അളിയും കൊടുത്തുവിട്ട സാധനം. ഓ, എനിക്ക് പെട്ടെന്ന് ഓടിയില്ലട്ടോ. ഇരിക്കട്ടോ, ഇപ്പൊ കൊണ്ടുവരാം. ഇങ്ങോട്ട് രണ്ടാളെ ഇരിക്കി. ബാപ്പയായിരിക്കൂലേ? ഇത് ബാപ്പ അലിക്ക, ഞാൻ അളിയൻ റഫീഖ്. എന്താ ചെയ്യുന്നത്? സ്കൂൾ മാഷാ. നിങ്ങള് ഗൾഫിലാണോ? അല്ല, നാട്ടിൽ തന്നെ, മഞ്ചേരിയിലാ. പേര് ജലീല്, ജ്വല്ലറിയിലാ. ഇത് സുഹേല്, വക്കീലാ. എങ്ങോട്ടോ പോവാനിറങ്ങാൻ തോന്നുന്നു. അങ്ങനൊന്നുമില്ല, ശുക്കൂറിനൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. അപ്പൊ ഞങ്ങള് വന്നോണ്ട് നേരം വൈകോ? അതൊന്നുമില്ല. പെണ്ണ് കാണാൻ ഇറങ്ങായിരുന്നല്ലേ? എന്നാ ഞങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ഞങ്ങള് വന്നതിൽ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഈ സാധനം കൊടുത്തുവിട്ട് എൻ്റെ അളിയൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇയാളുടെ പെങ്ങൾക്കൊരു പുതിയാപ്പിളനെ വേണം.
ശുക്കൂറിനെ പറ്റി ആലോചിക്കാൻ പറഞ്ഞു. ഇക്കൂട്ടത്തിൽ ശുക്കൂറിനെ കാണുകയും ചെയ്യില്ലെന്ന് വിചാരിച്ചിട്ടാ സുഹേൽ കൂടെ വന്നത്. അതേതായാലും നന്നായി. ഏതായാലും നിങ്ങളൊന്ന് ആലോചിക്ക്, എന്നിട്ട് വിളിക്ക്. അസ്സലാമു പോട്ടെ. അല്ല പാപ്പ, ഇനി നമ്മള് യത്തീംഖാനയിലേക്ക് പോണോ? വേണ്ടടാ, തേരെ വള്ളി കാലി ചിറ്റിക്കിന്. ഇത്താ, ബിലാൽ ഖാനെ കാണാനില്ലല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ? ബേജാറാവാതിരി, ഇപ്പൊ എത്തും. ആ പലഹാരങ്ങൾ ഓർഡർ ചെയ്തത് വാങ്ങാൻ പോയതല്ലേ, ആയിട്ടുണ്ടാവൂല. ഇത്താ, എന്തായി അടുക്കളയിലെ കാര്യങ്ങള്? അവിടെ ഒക്കെ റെഡിയാ. സുഹേലെ, ബിലാൽ ഖാനോട് കാട പിടിച്ച് വാങ്ങാൻ പറഞ്ഞിക്കണോ? ആ, ബിലാൽ ഖാനോട് ഒന്നും ഓർമ്മാക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ വേറൊരു പെണ്ണാണല്ലോ. അതിനിപ്പോ ഒരു കല്യാണത്തിനുള്ള സാധനങ്ങളായിട്ട് മൂപ്പര് വരും. അല്ല, കല്യാണ പെണ്ണിനെ താഴോട്ടൊന്നും കണ്ടില്ലല്ലോ. മുത്തേ, എടുത്തോ, സാധനം എടുത്തോ. അതുകൊണ്ട് അങ്ങോട്ട് വെച്ചേക്ക്. അവരിങ്ങ എത്താറായില്ലേ? ഓർഡർ കൊടുത്ത സാധനം കിട്ടാൻ നേരം വൈകി. എന്താ തിരക്ക്? സൂറ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഓക്കല്ലേ? എല്ലാം റെഡിയാ. ഇതൊരു കല്യാണത്തിന്റെ ഒരുക്കാണല്ലോ. ഇപ്പൊ എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. എടി, ഞങ്ങള് 3 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങളാ. മുത്തിന്റെ പെണ്ണ് കാണലിന് ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഒന്നിലും ഒരു പോരായ്മയുണ്ടെന്ന് അവർക്ക് തോന്നാനും പാടില്ല. അല്ല, അമ്മായിമാർക്ക് എത്തിയില്ലേ? 2 ആളെ എത്തിക്കണ്. മാമനോ? മാമൻ പള്ളി പോയതാ. ആ, എടി സൂറേ, നിന്റെ വാപ്പ വരുമോ? വിളിച്ചിരുന്നു. ഓൺ ദി വേയാ. മുത്തെവിടെ? ഓളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. മുത്തേ, മോളെ മുത്തേ, പെട്ടെന്ന് റെഡി ആയിക്കോ, അവരിങ്ങ എത്താറായി. ഇന്ന് മുത്തിനെ താഴത്തേക്ക് കണ്ടിട്ടില്ല. മുത്തു ഭയങ്കര സന്തോഷത്തിലാ. സന്തോഷിക്കട്ടെടി, ഓളെ സന്തോഷല്ലേ നമ്മളെ സന്തോഷം. ആ ബിയാപ്പളെ, ഇവിടെ ഒന്ന് ഇവിടെ ആ എന്റെ പാപ്പ നിർത്തിയേ? ആ, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോവാല്ലേ? ആ ഇങ്ങനെ രണ്ടാളും കൊണ്ട് ഇറങ്ങി. എന്താ പാപ്പ? ആ, പറഞ്ഞുതരാ. ഇങ്ങള് രണ്ടാളോടും കൂടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. പിയ്യാപ്പിളക്ക് കൂട്ടുകാരുമില്ലാന്ന് പെണ്ണ് വീട്ടുകാർ കരുതണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങളെ രണ്ടാളെയും ഞാൻ കൂടെ കൂട്ടി. ചെക്കൻ പെണ്ണ് കാണാൻ പോകുമ്പോ ബാപ്പ കൂടെ പോണത് ദുനിയാവിൽ ആദ്യമായിട്ടായിരിക്കും. കാര്യം എന്താണ് നിങ്ങൾക്ക് 3 ആക്കും നല്ലോണം അറിയാലോ. അതുകൊണ്ട് ഈ പെണ്ണ് കാണലെങ്ങാനും കൊളാക്കിയാല് ഇത് കണ്ടോ, ഇതുകൊണ്ട് 3 എണ്ണത്തിന് വെട്ടി അറത്ത് ഞാൻ കൊല്ലും. എന്നിട്ട് ഞാനും ചാവും. നല്ല മനസ്സിലാക്കിയല്ലോ. കേറ്. നോക്ക്, വാപ്പ പറഞ്ഞ മാതിരി കേട്ടോ. വണ്ടി ഇരിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. സുഖാണോ? ഞാൻ കരി. അല്ല, നമ്മൾ എത്താൻ താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ലല്ല. അപ്പൊ പിന്നെ നേരം വൈകണ്ടല്ലോ, പരിചയപ്പെടാൻ ഇതിപ്പോ നിങ്ങൾക്ക് അറിയാലോ. സുഹൈല് രണ്ടാമത്തെ തന്നെയാണ്. ഇതിതാ ഫൈസലാണ്, ഗൾഫില്. ഞാൻ പിന്നെ ബിലാൽ, മൂത്തയാളാ. നമ്മളെ ഭാഗത്ത് ഇതാണ് നമ്മളെ മരുമോൻ, സ്കൂൾ മാഷാണ്. പിന്നെ ഇതാണ് നമ്മളെ പുതിയാപ്പള ശുക്കൂർ. ഇത് പിന്നെ ഇത് എന്റെ ചെങ്ങായിമാരാ. ഓക്കെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ചായ എടുത്തേക്ക, അത് കഴിഞ്ഞ് സംസാരിക്കാം. ചെല്ലേ. അല്ല, അവർക്ക് വല്ലതും സംസാരിക്കണ്ടെങ്കില്. എന്നാ പിന്നെ അതിന്റെ ഏർപ്പാട് ചെയ്യ്. അല്ല, ഖത്തറിലല്ലേ? ആ, ഖത്തറിലാ. എത്ര മാസം ലീവ് ഉണ്ട്? 3 മാസം ഉണ്ട്.
അപ്പൊ പിന്നെ ഡേറ്റ് ഒക്കെ കാണാനുള്ള സമയമുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ആ അസ്സലാമു അലൈക്കും. വാലിക്കും അസ്സലാം. ആയിഷ എന്ന പേരല്ലേ? പക്ഷെ വീട്ടിലെല്ലാരും മുത്ത് എന്നാ വിളിക്കാ. എനിക്ക് അതാ ഇഷ്ടം. എനിക്കും. എൻ്റെ പേര് ഷുക്കൂർ. എനിക്കും അതാ ഇഷ്ടം. എന്താ അപ്പം മുത്തിനോട് ചോദിക്കുക? ഈ ചിരി കാണുമ്പോഴേ ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. എന്നാലും എന്തെങ്കിലും ചോദിക്കണ്ടേ? ഈ നിസ്കാരത്തിന്റെ ഫർള് എത്രയാ? നിസ്കാരത്തിന്റെ ഫർള് 14. ആ ഖുറാനിൽ എത്ര സൂറത്തുണ്ട്? 114. ആ കൗബയെ വലം വെച്ചിട്ടുള്ള മസ്ജിദിന്റെ പേര്? മസ്ജിദുൽ ഹറം. ഇസ്ലാം കാര്യം? 5. ഈമാൻ കാര്യം? 6. ഈ മുത്തിനെ നമുക്ക് പെരുത്തിഷ്ടായിട്ടോ. മുത്തിനോ? ഞാനിതൊന്നല്ല പ്രതീക്ഷിച്ചേ. പിന്നെ കാവ്യമാധവന്റെ മുടിയില്ല, നയൻതാരന്റെ ഉയരില്ല, നസ്രിയന്റെ കണ്ണില്ല. അല്ലോ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ മുത്തിനോട് ആരെ പറഞ്ഞേ? ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലോ അതൊക്കെ വായിച്ചോ? ആ എന്നാ പിന്നെ ഞാൻ പോട്ടെ. അതെ, നിങ്ങളെ കാണാൻ ദുൽഖർ സൽമാന്റെ കട്ടുണ്ട് ട്ടാ. ബാപ്പാ ഞമ്മക്ക് ഈ മുത്തിനെ മതി. ആ ശുക്കൂറാണ്. എന്താ വിശേഷം? അതേ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു കേട്ടോ. ഇത്ര പെട്ടെന്നോ? ആ അപ്പൊ നിങ്ങളേ ആ ക്യാഷ് പെട്ടെന്ന് കേട്ട് അയക്കണേ. ഈ ബേജാറാവണ്ട, ഞാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മുന്നിൽ തന്നെയാ നിൽക്കുന്നത്. ക്യാഷ് ഇപ്പം അങ്ങോട്ട് എത്തും. ആണോ? ആ സിറ്റി എക്സ്ചേഞ്ചോ? അതേടോ. ആ മാക്സിമം റേറ്റ് കുറച്ച് പോന്നോട്ടെ. ആയിക്കോട്ടെ, ആ ഞാനൊന്ന് ഓ അന്വേഷിക്കട്ടെ. ഓ അല്ല ഇനിയിപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോ? ലീവ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാ മതി. ക്യാഷ് ഇപ്പൊ അവിടെ എത്തും. എന്താ പോരെ? അസ്സലാമു അലൈക്കും. വാലൈക്കും സ്ലാം. എന്താ വിശേഷം? സുഖം തന്നെ, അൽഹംദുലില്ലാ. നമ്മൾ ഷുക്കൂറിന്റെ കല്യാണം ഉണ്ട്. കല്യാണം കുറച്ചോ? അത് ശരി. അതെ, കുറച്ച് പണം അയക്കണം. അതിനെന്താ, അയക്കാലോ. റേറ്റ് ഒക്കെ എങ്ങനെയാ? ഉള്ളതിൽ ബെസ്റ്റ് റേറ്റ് നമ്മളെ. ഓ വരൂ പ്ലീസ്. ആയിക്കോട്ടെ. ये हमारा आदमी है, उसका थोड़ा अच्छा प्राइस दो. കല്യാണം നടക്കട്ടെ. നിന്റെ മണവാട്ടിയായി കാത്തിരിപ്പു.
ഇവിടെ ഇരുന്ന് ഉറങ്ങുക? മുത്തു പോയപ്പോ പോലെ ഉറങ്ങിപ്പോയില്ലേ? എപ്പോഴായാലും അന്യ വീട്ടിലേക്ക് പോകണ്ട തന്നെയല്ലേ? എന്നാലും വല്ലാത്തൊരു വിഷമം. നിനക്കറിയോ, ബാപ്പ മരിക്കുമ്പോൾ മുത്തിന് 4 വയസ്സ്, ഉമ്മ മരിക്കുമ്പോൾ 6. അന്നു മുതൽ ഓള ഉമ്മയും ബാപ്പയും ഞങ്ങൾ 3 ഇക്കാക്കമാരാ. പിന്നീട് ഇതുവരെ മുത്തിൻ്റെ മുഖം പാടി കണ്ടിട്ടില്ല. ഇന്ന് യാത്ര പറയുമ്പോൾ ഓളെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പെടയായിരുന്നു. നമ്മളെ മോളെക്കാളും ഞാൻ സ്നേഹിച്ചത് മുത്തിനെയാണ്. അയ്യേ, ഇതപ്പം നന്നായത്. കുട്ടികളെ പോലെ സങ്കടപ്പെടുക. ഓള് നല്ലൊരു പൊരൽക്കല്ലേ പോയത്. പുതിയാപ്പിളയും കൂട്ടരൊക്കെ നല്ല ആൾക്കാരാ. ഓൾക്ക് ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല. ഞാൻ 3-4 പ്രാവശ്യം വിളിച്ചിരുന്നു. മുത്ത ഭയങ്കര സന്തോഷത്തിലാ. ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? അയ്യേ, ഓലൊക്കെ കിടന്നിട്ടുണ്ടാവും. സമയം എത്രയെന്ന വിചാരം? എന്തായാലും നാളെ രാവിലെ തന്നെ നമുക്ക് പോവാം. അതിന് നേരം വെളുത്ത് കിട്ടണ്ടേ? ഈ ബിലാൽക്കാന്റെ ഒരു കാര്യം, 3-4 ദിവസമായിട്ട് ഓടിപ്പഞ്ഞ് നടക്കില്ലേനോ. നല്ല ക്ഷീണം ഉണ്ടാവും. ചെന്ന് കിടക്കാൻ നോക്കി. എനിക്ക് അടുക്കളയിൽ കുറച്ചുകൂടി പണിയുണ്ട്. മോള് ഉപ്പാനെ കാത്തിരിക്കുക മുറിയില്. ചെല്ലി. നീ ചെല്ലേ. അപ്പൊ എല്ലാവർക്കും റാത്തായില്ലേ? എന്തൊക്കേനും പെരുമന്നങ്ങാടിയിലെ ചില അലവലാദികൾ പറഞ്ഞുകൊണ്ട് നടന്നു. കാക്ക മലന്ന് പറക്കും, ചെരിഞ്ഞു പറക്കും. ഇതാ ഇപ്പൊ പറഞ്ഞില്ലേ? മാത്രല്ല ഈ പറഞ്ഞവരൊക്കെ ഇവിടെ വന്ന് കോഴി ബിരിയാണി 3 കച്ചം തിന്നില്ലേ? അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാലേ, അതാണ് മറന്നാളി. ഞമ്മളതൊക്കെ മറന്നിക്കണേ. ഞങ്ങൾ ഇറങ്ങാ, നേരെ ഒരുപാടായി. വാലേക്കും സലാം. ശരി, ഇൻഷാ അല്ലാ. പിന്നെ സൽക്കാരത്തിന് പിടിക്കും, വരണം കേട്ടാ. പിന്നെ വരാതെ അല്ല കൂട്ടുകാരില്ലേ? അതിന്റെ വ്യാപ്ലാനെ അറയിലേക്ക് ആക്കിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. എന്താ ശുക്കൂറെ, അനക്ക് ഒറ്റയ്ക്ക് അറയിലേക്ക് കയറാൻ പറ്റൂലേ? പറ്റും പാപ്പ, നമ്മള് സ്വന്തം അറിയല്ലേ. നല്ലേ, നിങ്ങൾ പോയിക്കോളി, പാപ്പനി വല്ലാണ്ട് വെറുപ്പിക്കും. പിന്നെ ശുക്കൂറെ, ഫസ്റ്റ് നൈറ്റ് അടിച്ചു പൊളിക്കണം. മുഖത്തോട് മുഖം നോക്കി നേരം വെളുപ്പിക്കരുത്. എല്ലാം മൊബൈൽ ഒപ്പിയെടുക്കണം. അയ്യേ, അതൊന്നുമില്ല. ഫേസ്ബുക്കിലും വാട്സാപ്പിലും സംഭവം ഒന്ന് പോടാ. പിന്നെ ഒക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം വിളിക്കാൻ മറക്കണ്ട, ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. ഞാൻ വിളിച്ചോളാം. എന്നാ ശരി, ഞാൻ ഓർഡർ ആണല്ലേ. ഓക്കെ. എന്നാ ഇനി മുത്ത് കിടന്നോളെ, നേരെ ഒരുപാടായി. ഇവിടെ ടൗണിലെ പോലെ പെണ്ണിനെ അറയിലാക്കണ പരിപാടിയൊന്നും ഇല്ലട്ടോ. ശുക്കൂർ വന്നോളും, കിടന്നോ. ഇത്ത പോട്ടെ. പാലെവിടെ? എന്തിനാ? അല്ല, അങ്ങനെ ഒരു കലാപരിപാടി ഉണ്ടല്ലോ മനേറയില്. അകത്ത് വെച്ചിട്ടുണ്ട്. ഓ, അതിനെന്താ അത്ര ഗൗരവം? ഇതിന് മയത്തിലൊക്കെ പറഞ്ഞൂടെ? ആ പിന്നെ ആയിഷയ്ക്ക് നല്ല ക്ഷീണുണ്ട്, അവൾ ഉറങ്ങിക്കോട്ടെ. അല്ലാതെ ഈമാൻ കാര്യം ഇസ്ലാം കാര്യം ഒന്നും പറഞ്ഞിരിക്കണ്ടാന്ന്. ഇവക്കിതെന്താണ് ഒരു നാണം ഇല്ലാണ്ട്? ആയിഷ നല്ല പേരാ, പക്ഷെ ഞാൻ മുത്തുന്നേ വിളിക്കുള്ളൂ. മുത്ത്. മുത്തേ, ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് മുത്തിന്റെ അഭിപ്രായം എന്താ? അതിന് ഇതിന്റെ ആദ്യത്തെ കല്യാണ. ആണോ? തമാശക്കാരിയാണല്ലേ? സത്യമായിട്ടും ആദ്യത്തെ കല്യാണ. ഇതാ പിന്നെയും തമാശ. ഈ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണുന്ന പോലെയാണോ? അപ്പൊ സിനിമയും സീരിയലൊക്കെ കാണലുണ്ടോ? അല്ലോ, ഞാൻ കാണൂല. ബിലാൽക്കറിഞ്ഞ എന്നെ കൊന്നോളേ. സത്യം പറയാലോ, ഈ നാട്ടില് കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾ ഇല്ലാന്നാ നമ്മൾ വിചാരിച്ചത്.
മുത്തിനെ കണ്ടപ്പം നമ്മളെ നാട്ടിലും നല്ല മൊഞ്ചുള്ള പെൺകുട്ടികളുണ്ടെന്ന് മനസ്സിലായി. എനിക്ക് പെരുത്തിഷ്ടായി മുത്തിനെ. എൻ്റെ മരണം വരെ മുത്തിനെ ഞാൻ സ്നേഹിക്കും. മുത്തിൻ്റെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അതുപോലെ മുത്തൻ്റെയും സ്നേഹിക്കണം. സ്നേഹിച്ചെന്നെ വീർപ്പ് മുട്ടിക്കണം. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അന്യോന്യം പൊറുക്കാനും മറക്കാനും നമുക്ക് കഴിയണം. ഒരു ഭാര്യയോടുള്ള കടമ, അത് ഞാൻ മറക്കൂല. ഇതെന്താ കണ്ണു നിറഞ്ഞിരിക്കണേ? ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന പുതിയാപ്പിളേനെ പടച്ചു എനിക്ക് തന്നല്ലോ. അല്ലാനോട് അൽഹംദുലില്ലാന്ന് പറഞ്ഞതാ. ആ, ഇനി നേരം കളയണ്ട. മുത്ത പാലെടുക്ക. ബാപ്പാ, ഓളെ പെരക്കാരറിയിക്കണ്ടേ? അതോ അത് വേണ്ട, അത് പിന്നെ ആകെ പൊല്ലാപ്പാവും. പിന്നെ എന്ത് ചെയ്യും? എന്തായാലും മുത്ത് ഓളെ പെരക്കാരറിയിക്കൂലേ? തൽക്കാലം ആരെ അറിയിക്കാതെ നോക്കണം. ബാപ്പാ, ഒരു പെണ്ണിന്റെ ജീവിത കാര്യം ഗൗരവമുള്ളതാ. എൻ്റെ അഭിപ്രായത്തില് ഓളെ വീട്ടുകാരോട് കാര്യം പറയുന്നതാ നല്ലത്. ഇതിപ്പോ ചെണ്ട കൂട്ടി നാട്ടുകാരൊക്കെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നേരം വെളുക്കട്ടെ. പാവം പേടിച്ച് കരഞ്ഞു കിടക്കുക. അത് സാരല്ല, തൽക്കാലം ഓള് ഷാഹിദിന്റെ കൂടെ കിടന്നോട്ടെ. മുത്തേ, മുത്തേ, എന്താ മോളെ? മുത്തേ, സമാധാനിക്ക്, ഒന്നുമില്ല. കരയല്ലേ മോളെ, കരയല്ലേ. പേടിയാന്ന്. പേടിക്കണ്ട, ഒന്നും ഉണ്ടായിട്ടില്ല. ദേ നോക്കിയേ, എല്ലാരും ഉണ്ട് ഇവിടെ. ഓനക്ക് ഒന്നും പറ്റിയിട്ടില്ല. ചെന്ന് കയ്യും മോങ്ങൊക്കെ കഴുകി എന്നിട്ട് ചായ കുടിക്കേ. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ഓനൊന്ന് തലറ്റി വീണ്. അതിന് എത്രമാത്രം കോലാല ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഉമ്മങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണണ്ടാ? എന്ത് മിണ്ടാണ്ടിരിക്കാൻ? എന്തിനും പെൺകുട്ടികളായാൽ കുറച്ച് സബൂറൊക്കെ വേണം. അല്ല പിന്നെ മോളെ, ഓളങ്ങനെയാ, സാരല്ല. അന്ന പോലെ ഞമ്മക്കും വിഷമില്ലാഞ്ഞിട്ടാണ്. എന്തേ ഓണിക്ക് ഇന്നലെ രാത്രി അങ്ങനെ ഉണ്ടായിരുന്നു ഞമ്മക്കും പിടി കിട്ടുന്നില്ല. ഷുക്കൂറ് വൈദ്യരെ കാണിക്കാൻ പോയിക്കും, ഒന്നും ഉണ്ടാവില്ല. മോള് ബേജാറാവണ്ടട്ടോ. ഷായിദ, ഓളെ മുഖമൊക്കെ കഴിച്ച് ഈ ചായ എടുത്തു കൊടുക്കും. ആ മോളെ, ഈ കാര്യം മോള് പുരയിലൊന്നും പറയണ്ട കേട്ടോ. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ മൂത്രം പാത്താ മുട്ടിയ പിന്നെ ഈ സക്രാത്തിന്റെ ഹലളിയ പോലെയാണ്. എന്തൊരു കഷ്ട. എന്തെങ്കിലും ഒന്ന് പറ ഷുക്കൂറേ. ഛേ, വലിയ പ്രതീക്ഷയല്ല ഞങ്ങളിരുന്ന്. ഫസ്റ്റ് നൈറ്റ് കൊളായി നല്ലത് എന്താ ഉണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ ഈ കാര്യം പറയാതെ ഫസ്റ്റ് നൈറ്റ് കൊളായി എന്നും പറഞ്ഞ് തലയും താത്തിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ?
അനക്കതിന് മുമ്പ് എങ്ങനെ ഉണ്ടേനോ? ഉണ്ടേനി. ഗൾഫുള്ളപ്പോൾ 2 പ്രാവശ്യം. അന്ന് മരുന്നും കുടിച്ചേനി. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താ? ഈ ഓളെ കണ്ടപ്പോൾ വല്ല ആക്രാന്തം കാട്ടിയിട്ടുണ്ടാവും. ഒന്നും മിണ്ടാടക്കടാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മുത്തിനൊന്നും തൊട്ടിട്ടുകൂടിയില്ല. പണ്ടാരടങ്ങാൻ അപ്പോഴേക്ക് ഇളകിയില്ലേ? ഇളകും, ഇനി ഇളകും. ഒരു പെണ്ണിനെ എനിക്ക് തൊടാൻ പറ്റൂല. കുഞ്ഞാലിക്ക വിളിക്കരുത്. എന്തൊക്കെയാ ബാപ്പയും മോനും കൂടി കാട്ടിക്കൂട്ടിയത്? ശാപാടോ ശാപം? പെൺകുട്ടികളെ ശാപ പടച്ചോൻ കണ്ടറിഞ്ഞു തന്നതാ. എത്ര പെൺകുട്ടികളെ ഈ കണ്ണീര് കുടിപ്പിച്ചേ? കുഞ്ഞാലിക്ക പ്ലീസ്, ഷുക്കൂർ ആകെ ടെൻഷൻ വേണ്ടരുത്. നിങ്ങൾക്കും കിട്ടും. എടോ, ഈ കല്യാണം ഉറപ്പിച്ചപ്പോ എന്തേനും ബാപ്പാന്റെയും മോന്റെ അഹങ്കാരം. പെരുമണ്ണ അങ്ങാടിയില് വീമ്പിളക്കി മതം പൊട്ടി ആനനെ പോലെ അന്റെ ബാപ്പ നടന്നില്ലേ? എന്നെ കണ്ടപ്പോ പുച്ഛായിരുന്നു. എന്നിട്ടേ സൗകര്യന്റെ കല്യാണത്തിന് വരാണ്ടിന്നൊരു വിളിയും. ആർക്ക് വേണം എന്റെ ബിരിയാണി? എടോ, ആഴ്ചയിൽ 10 ദിവസവും ബിരിയാണി കഴിക്കണോന്നാ ഞാൻ. അറിയോ എനിക്ക്? ഒരു കണക്കിന് പടച്ചോൻ ഇന്നെ കഴിച്ചിലാക്കിയതാണ്. എന്റെ കെയർ ഓഫിലെങ്ങാനാണ് ഈ കല്യാണം നടന്നതെങ്കിൽ അതോ പടച്ചോനെ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ഓ, അന്റെ കാര്യം ആലോചിക്കുമ്പോഴാ അന്റെ ഓക്ക് 3 ആങ്ങളമാരാ. അവരറിഞ്ഞാല് അന്റെയും ബാപ്പാന്റെയും എല്ലൂരി കോൽക്കളി കളിക്കും. ആരെ കുഞ്ഞാലിക്കൊന്ന് കാണണം. കുഞ്ഞാലിക്ക, നിങ്ങളിത് ആരെയും അറിയിക്കരുത്, ആരോടും പറയുകയും ചെയ്യരുത്. ആരെ അറിയിക്കൂല. പക്ഷേ മൈക്കിട്ട് നാട്ടുകാരോട് മുഴുവൻ പറയും. മാത്രല്ല ഫേസ്ബുക്കായ ഫേസ്ബുക്കിലും വാട്സപ്പായ വാട്സപ്പിലും പിന്നെ എന്തൊക്കെ കുന്നുണ്ടോ അതിലൊക്കെ നമ്മൾ വിളിക്കും. ഒരകത്തും കൈക്കോലും മനസ്സിലായോ? എത്ര വെച്ചിട്ട് ശ്രമിക്കാം. തല്ലില്ലേ? ആ തല്ലി. എനിക്കിത് കിട്ടണം. കിട്ടണം. എനിക്ക് എന്നത് കിട്ടണം. നിങ്ങളോട് എന്നത് കിട്ടണം. തല്ലേണ്ടിരുന്നില്ലടാ. ചോദിച്ചു വാങ്ങിയല്ലേ അയാള്. ഇനിയിപ്പോ ഒന്നും സംഭവിക്കില്ല. കുഞ്ഞാലിയെ ഇനി ഒരു അക്ഷരമുണ്ട്. അതൊക്കെ പോട്ടെ. ഏതായാലും തൽക്കാലം നമുക്ക് സ്വകാര്യ വൈദ്യനെ കണ്ട് കാര്യം പറയാം. അല്ലെങ്കിൽ ഇന്നത്തെ ഫസ്റ്റും കോളാവും. അത് ശരിയാ, നമുക്ക് പുറപ്പെടാം. ആരൊക്കെയാണിത്? സൈനു, വിരുന്നുകാരുണ്ട്. മുത്തിന്റെ കാക്കി താത്തി ഒക്കെയാണ്. മുത്തേ, ഒന്നും കൊണ്ട് വന്ന് നോക്കുമോളെ. മോളെ മുത്തെവിടെ? മുത്തേ, മോളോ സുഖല്ലടാ? സുഖം. വന്ന കാലിൽ നിൽക്കാണ്ട് ഇങ്ങോട്ട് വന്നാട്ടെ. പുയ്യാപ്പിളല്ലേ? ഇല്ല, രാവിലെ എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. ഇപ്പൊ വരുമോ? വരൂ വരൂ. റഫീഖ് മാഷോ? സ്കൂളിൽ എന്തോ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. കല്യാണമായിട്ട് ഒരാഴ്ച ലീവായിരുന്നല്ലോ. ഓ മുത്തേ, പുതിയാപ്പിളിനെ വിളിച്ച് ഞങ്ങൾ വന്ന കാര്യം പറയും. അതിന് ഫോൺ ഇവിടെ വെച്ചാ പോയത്. ഇനിയിപ്പോ ചോറൊക്കെ വെച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പോഴേക്ക് വരും. നീ വിരുന്നിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇല്ല, ഇക്കാക്കനെ പറഞ്ഞോളി. ഈ ഞായറാഴ്ച എല്ലാരും അങ്ങോട്ട് വരണം. ഒരു ചെറിയ വിരുന്ന്. കുടുംബത്തിൽ നിന്നും ബന്ധത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേ കൂട്ടിക്കോളി. മാത്രമല്ല മുത്തിനെയും പുതിയാപ്പിളിനെയും നാളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കണം. 2 ദിവസം അവിടെ നിൽക്കട്ടെ. ശുക്കൂർ വന്നിട്ട് പറയാ. അതെ അതെ, ഒരു തിരക്കോട് തിരക്ക. എന്നാലും പറഞ്ഞേക്കാം. ബിലാൽക്ക് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് അമ്മുത്തിനെ പിരിഞ്ഞിരിക്കുന്നത്. ബാപ്പിയും അമ്മയും മരിച്ച പിന്നെ ഞാനായിരുന്നു ഓളമ്മയും ബാപ്പിയും. മുത്തിന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പാവാന്റെ മുത്ത് ഒരു പൊട്ടിപ്പെണ്ണ്. എല്ലാവരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇന്ന് വരെ അവൾ ആരും വേദനിപ്പിച്ചിട്ടില്ല. ഓളും അതുപോലെ തന്നെ. അറിയാതെ ഓരോടത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാ നിങ്ങൾ പുറത്തു കൊടുക്കണം. എന്റെ മുത്തിനെ വിഷമിപ്പിക്കരുത്. എന്താ ബിലാലിത്? ഓക്കൊരു വിഷമവും ഇവിടെ ഉണ്ടാവില്ല. ഞമ്മളെ മോളെ പോലെ തന്നെ ഞമ്മളോളം നോക്കും. അല്ലേ മോളെ?
അല്ല നീ ഇതിപ്പോ 2 മണിക്കൂറായാലും നമ്മൾ ഈ കുന്ത്രാട്ടത്തിന് മുകളിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് ഇജ്ജ് പറഞ്ഞ വൈദ്യര് ഏത് കാട്ടിലാണ്? ആ നിർത്ത് 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 നിർത്ത്. അതാ ഈ വളവ് കഴിഞ്ഞ് നേരെ പോയിലെത്തി. പെരുമണ്ണങ്ങാടിയിലെ വൈദ്യനെ കാണിക്കാൻ അഞ്ചാ നാട്ടുകാർ മുഴുവൻ അറിയും. പിന്നെ ഇതല്ലാണ്ട് ഒരു വഴിയില്ല. ഇനി അധികം പോണോ? എനിക്ക് വയ്യ, അതാണ്. അപ്പൊ വൈദ്യരെ കാണണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എനക്കും വേണ്ടിയിട്ടാ മനുഷ്യൻ എത്രയും നേരം കഷ്ടപ്പെട്ട് വെയിലുണ്ടത്. ആ എന്നാ വാ കേറുന്നാല്. കേറടാ സൗണ്ട് നീങ്ങടോ. അല്ല ആര് ഞാനോ? ഇങ്ങോട്ടല്ലേ പോളെ. വിട് 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 വിട്. ഇനി എന്ത് കളിക്കാൻ വിട്ടൂട് ചുക്കുറ. വിടുകയാണ്. നേരെ 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 കയറ്റം കയറണം എന്നാലേ അടുത്ത്. ആ ഓട്ടെ. ആളുണ്ട്. അതാണ് ആള്. നോക്കി നടക്കണ്ടേ ഈ നല്ല ഉറക്കാണല്ലോ. ഇപ്പൊ ശരിയായി തരാം. നമസ്കാരം വൈദ്യരെ. നമസ്കാരം. ഇരിക്കുക. കേറി വരിക. ഞാൻ ധ്യാനത്തിലായിരുന്നു. ഇരിക്കുക. ഇയാളും ഇരിക്കുക. എവിടെ നിന്നോളൂ, പറഞ്ഞോളൂ. കാര്യം പിടികിട്ടി. എത്ര കാലായി തുടങ്ങിയിട്ട്? അത് ഒരുപാട് കാലായി തുടങ്ങിയിട്ടില്ല. അപസ്മാരം. അത് പിന്നെ മദ്രസ പഠിക്കണ കാലത്ത് ഉണ്ടാവലുണ്ടെന്ന് ഉമ്മ പറയലുണ്ട്. പിന്നെ വലുതായപ്പോഴും ഇടയ്ക്കുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതെങ്ങനെയാ? ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാവും, എന്നാലോ ഉണ്ടാവൂല. ഇന്നലെ ഇവന്റെ കല്യാണേനി. ആദ്യ രാത്രി തന്നെ ഫസ്റ്റ് നൈറ്റ് ഉണ്ടായി. കഷ്ടം. അപ്പൊ കുട്ടി മേടിച്ചൂലേ? അപ്പൊ വെപ്രാളം കാണിച്ചിട്ടുണ്ടായിരിക്കും. കുറച്ച് പാല് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നേരം വെളുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത്. സാരില്ല, 1-2 മരുന്നുകൾ തരാം, അതാണ് കുടിക്കുക, മാറിക്കോളും. പഥ്യം നിർബന്ധ. ഇറച്ചും മീനും അതാണ് വർദ്ധിക്കുക, ഒഴിവാക്കുക. അക്കാര്യം ഞാൻ ഏറ്റു. പറയാ. അപ്പോ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. ഇരിക്കുക. ആളുഗ്രനാ. ഏത് മാറാത്ത രോഗവും മാറ്റൂ അമ്മാരി വൈദ്യനാ. അപസ്മാരാ മെയിൻ. മൂപ്പര ഒറ്റ നോട്ടം കൊണ്ട് പറഞ്ഞില്ലത്. ആ മുഖത്തുള്ള ഐശ്വര്യം കണ്ടോ? എന്താണ്? അതെ, അനക്ക് ഒന്നല്ല 10 പെണ്ണിനെ കണ്ട. വരുന്നുണ്ട്. ഇത് 3 നേരം 2 ഔൺസ് വീതം ദിവസം. ഇത് തറച്ച് അരച്ച് പിഴിഞ്ഞ് രാത്രി പാൽ ചേർത്ത് കുടിക്കണം. രാത്രി ഇതെല്ലാം കൂടി എത്രയായി? എല്ലാം കൂടി ഒരു 1100 റുപ്യ. 1100. വാ, വെട്ടിത്തറക്കണ്ട്. വാ, അങ്ങോട്ട് വാ. യാക്ക് ഇളകി കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാ. സാരല്ല, അപസ്മാര ഇടക്കിടക്ക് ഉണ്ടാവും. എന്നാലോ ഇടക്കിടക്ക് ഉണ്ടാവൂലാണോ? ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ. ഇപ്പുറത്തേക്ക് വാ, ശരിയാക്കി തരാം ഞാൻ. നിങ്ങൾ എന്നെ പാല് കുത്തിക്കലക്കി കുടിച്ചാളി. ഓരോ അലക്കമല വൈദ്യര്.